ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നികേഷിനെ കണ്ടെത്തുകയാണ് കേട്ടോ. കണ്ടെത്തി അവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാം ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവർ രാത്രി കിടന്നുറങ്ങുന്ന നേരത്തെ സുഭാഷ് ചേട്ടന് വീണ്ടും ആദ്യം വരികയാണ് കേട്ടോ. അവനെങ്ങാനും ഇനിയും ഇറങ്ങിപ്പോയാലോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ ഒരു തോർത്ത് കയ്യിലെടുത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കാല് കൂട്ടിക്കെട്ടുകയാണ് കേട്ടോ. നികേഷിന് അഥവാ ഇറങ്ങി പോകണം തോന്നിക്കഴിഞ്ഞാൽ ഈ കെട്ട് പൊട്ടിക്കണ്ടേ. അപ്പോൾ സുഭാഷ് ചേട്ടൻ അറിയല്ലോ. അപ്പോഴാണ് എന്തോ ഒരു ആവശ്യത്തിനായിട്ട് നിധി ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല എന്താണ് സുഭാഷ് ചേട്ടൻ ചെയ്യുന്നതെന്നുള്ളത്. നികേഷ് ആണെങ്കിൽ കാലിൽ എന്തോ അനങ്ങുന്നത് കണ്ടപ്പോൾ അവൻ എണീക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷ് ചേട്ടൻ ഈ ചെയ്യുന്നത് അവൻ കാണുന്നത്. എന്തായിട്ടേ ചെയ്യുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഒരു ദയനീയ അവസ്ഥ മാത്രമാണ് മുഖത്തുള്ളത്. അപ്പം നികേഷിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടൻ ഇതിന് ടെൻഷൻ ആവുന്നത്, ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോവില്ല ഏട്ടാ. എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം മനസ്സിലായി, ഞാനത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് എനിക്കതൊന്നും ചിന്തിക്കാനുള്ള കഴിവേ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പോവില്ല ഏട്ടാ. അത് പറഞ്ഞപ്പോൾ അവന് സങ്കടമാവുന്നുണ്ട് കേട്ടോ. കൂടെ സുഭാഷ് ചേട്ടന് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് തൻ്റെ അനിയനെ തന്നോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇനി അഴിക്കേണ്ട കേട്ടോ, അവിടെ നിന്നോട്ടെ, നമ്മളെ ബന്ധം വിട്ടു പോകുമ്പോൾ കൂട്ടിച്ചേർക്കാൻ ഒരാളുള്ളത് എന്നും നല്ലതല്ലേന്ന്. നിധിക്കും ഇത് കണ്ടപ്പോൾ സന്തോഷമായിട്ട് അവളും പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടനും അനിയനും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ അമ്പലത്തിലേക്ക് പോയ നികേഷിനെയും നിധിനെയാണ് കേട്ടോ. അവരൊരുമിച്ച് ആൽത്തറയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്താ നികേഷ്, നീ ഇപ്പോഴും ഓക്കെ ആയില്ല, നീ ഇപ്പോഴും അത് ഓർത്ത് നിൽക്കുകയാണോ? അപ്പം നികേഷ് പറയുന്നുണ്ട്, അതല്ല എടുത്തി, എനിക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എടുത്തി. ഇത്രയും കാലം ഒരമ്മയുടെ മക്കളായിട്ടല്ലേ ഞങ്ങൾ ജീവിച്ചത്. പെട്ടെന്ന് എൻ്റെ ചേട്ടന്മാർ എൻ്റേതല്ല, ഞാൻ വേറൊരു അമ്മയുടെ മകനാണെന്ന് എനിക്ക് ചിന്തിക്കാനോ ഓർക്കാനോ ഒന്നും പറ്റുന്നില്ല എടുത്തി. ഞാൻ തകർന്നു പോവാണ്. എനിക്ക് മനസ്സിലാവും നികേഷ് നിൻ്റെ അവസ്ഥ, എനിക്കല്ലാതെ ആർക്കാ വേറെ മനസ്സിലാവുക. നീ അനുഭവിക്കുന്ന വേദനകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിക്കേ. നീ ഇപ്പോഴാണ് ഈ സത്യം അറിഞ്ഞത്, പക്ഷേ അവർക്ക് 3 പേർക്ക് ഈ സത്യം ആദ്യം അറിയാം. എന്നിട്ട് ഇന്നേ വരെ അവർ നിന്നോട് വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് പറ, അവർ നിന്നോട് എന്തെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുകയാണ്, നിന്നോട് ഇന്ന് വരെ ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോഴും അവൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇപ്പം ഞാൻ വന്നതിൽ തന്നെ ഒരുപാട് തവണ അരീഷും സുധീഷും കച്ചറ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, അടി കൂടുന്ന കണ്ടിട്ടുണ്ട്. സുഭാഷ് ചേട്ടൻ എത്ര അവരെ നന്നാക്കാൻ നോക്കിയാലും അവർ നന്നാവുന്നില്ല. പക്ഷേ ഇന്നേ വരെ അവരാരെങ്കിലും നിന്നോട് അടി കൂടിയിട്ടുണ്ടോ? നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ നീ എന്തത് മനസ്സിലാക്കാത്തത്? അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതാണ് ഇടത്തി എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഞാൻ അവരുടെ സ്വന്തം അനിയനല്ല, വേറൊരു അമ്മയിൽ ഉണ്ടായത്. എന്നിട്ട് പോലും അവരെത്ര മാത്രം എന്നെ സ്നേഹിക്കുന്നു. പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതിന് വിഷമിക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അവർക്ക് നീ ജീവനാടാ. അവർ നിന്നെ ഒരിക്കലും ഒഴിവാക്കില്ല, ഒരിക്കലും നിനക്കെതിരെ അവരൊന്നും പറയില്ല. അവരുടെ സന്തോഷം നീയാണ്, നീ അത് മനസ്സിലാക്കണം. അവർ നിന്നോട് ഞങ്ങളുടെ അമ്മ വേറെയാണ്, നിൻ്റെ അമ്മ വേറെയാണ്, അങ്ങനെ വേർതിരിവ് കാണിക്കുമ്പോഴല്ലേ നീ സങ്കടപ്പെടേണ്ടത്. ഇപ്പം നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അവർക്ക് നീ ജീവനാടാ. ഇന്നലെ ഞാൻ കണ്ടു നിന്നെ കാണാഞ്ഞിട്ട് അവരുടെ 3 പേരുടെയും സങ്കടം. അവരെത്രമാത്രം വിഷമിച്ചെന്നറിയാവോ നിനക്ക്? എന്തുമാത്രം അവർ വിഷമിച്ചു. നിന്നെ കണ്ടപ്പോഴാണ് ഒടുവിൽ അവർക്ക് സമാധാനമായത്. അത്രയും അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടടാ, നീ അത് മനസ്സിലാക്ക്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്, നീ മാത്രം. ഇങ്ങനെയുള്ള ചേട്ടന്മാരെ കിട്ടാൻ നീ ഭാഗ്യം ചെയ്യണം നികേഷ്. നിനക്കത് കിട്ടിയില്ലടാ, അതല്ലേ ഭാഗ്യം. നീ എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും കാലം എൻ്റെ കുടുംബം എനിക്ക് അത്രയും വിലപ്പെട്ടതായിരുന്നു, 3 മാസം മുൻപ് വരെ. പക്ഷെ ഇപ്പം നോക്കിക്കേ, ഇപ്പം അവർക്ക് എന്നെ കാണുന്നത് പോലും ദേഷ്യമാണ്, അവർക്ക് എന്നെ കാണുന്നത് ഇഷ്ടമല്ല. അവരെന്നെ ഒഴിവാക്കിയില്ലടാ, അവരെന്നെ അന്വേഷിക്കാറ് പോലുമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നപ്പോഴോ എന്ത് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും എന്നെ നോക്കിയത്. ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എത്ര വിഷമിച്ചു. അത് സ്നേഹബന്ധമല്ലേ? അവിടെ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടോ? പറയുമ്പോൾ നീ ആലോചിച്ച് നോക്കിക്കേ, എനിക്ക് എന്ത് ബന്ധം നിങ്ങളോടുള്ളത്? പറയത്തക്കതായിട്ടൊരു ബന്ധമില്ല. പക്ഷെ അവിടെ എന്താ സ്നേഹം? ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നീ മനസ്സിലാക്കണം, രക്തബന്ധം ഒന്നുമല്ല സ്നേഹത്തിൻ്റെ മുന്നിൽ. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സ്വന്തമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെ നിനക്ക് അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ പ്രശ്നം? നീ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നത്? നീയും ഇതുപോലെ തന്നെ ചിന്തിക്കണം. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, നമുക്ക് സന്തോഷം തരുന്നവരുടെ കൂടെ നമ്മൾ ജീവിക്കണം. അതാണ് ജീവിതം. അല്ലാതെ നമ്മൾ വെറുതെ മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കല്ല വേണ്ടത്. സ്നേഹം എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹം തരുന്നവരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവിടെ രക്തബന്ധമോ ഒന്നുമില്ല. സന്തോഷിക്കാൻ എത്ര കാരണങ്ങളുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് നോക്കി സന്തോഷിക്കുകയാണ് വേണ്ടത്. സങ്കടപ്പെടാൻ അപ്പോൾ ഒന്നും ഉണ്ടാവില്ലടാ. അതിന് മാത്രം ഒരു പ്രശ്നം ഇവിടെ ഇല്ല. നിന്നെ അവരാരും ഒഴിവാക്കിയിട്ടില്ലല്ലോ. നീ ഇപ്പോഴും അവരുടെ നെഞ്ചിൻ്റെ ചൂടിൽ തന്നെ അനിയനായിട്ടുണ്ട്. അതുപോലെ നിനക്ക്. അപ്പോൾ നീ വേറൊന്നും ആലോചിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ സന്തോഷമായില്ലേ? അപ്പോൾ അവൾക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിക്കാണ് കേട്ടോ നികേഷ്.